നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ പോർഷൻ ട്രാക്കറിൽ സൂപ്പർവൈസർ ലോഗിനിൽ എങ്ങനെ കയറാം, അതിനകത്ത് ആക്ടിവിറ്റീസ് എങ്ങനെ സൂപ്പർവൈസർക്ക് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ സപ്പോർട്ടീവ് സൂപ്പർവിഷനായിരുന്നു നമ്മൾ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഇല്ല. സപ്പോർട്ടീവ് സൂപ്പർവിഷൻ്റെ ആപ്ലിക്കേഷൻ ഇപ്പം നമ്മുടെ പോർഷൻ ട്രാക്കർ ടീച്ചേഴ്സ് ഉപയോഗിക്കുന്ന പോർഷൻ ട്രാക്കർ ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ തന്നെ സൂപ്പർവൈസർ ലോഗിൻ ഉണ്ട്. അതിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർവൈസർ ലോഗിനിൽ കയറി നമ്മൾ സപ്പോർട്ടീവ് സൂപ്പർവിഷനിൽ ചെയ്ത എല്ലാ ആക്ടിവിറ്റീസും പോർഷൻ ട്രാക്കർ ആപ്ലിക്കേഷനിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പോർഷൻ ട്രാക്കർ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നമ്മൾ പോർഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു സ്ക്രീനാണ് ഉണ്ടാവുക. ആ സ്ക്രീനിൽ അംഗൻവാടി വർക്കറുടെ ലോഗിനും സൂപ്പർവൈസർ ലോഗിനും ബെനിഫിഷ്യറി ലോഗിനും ഉണ്ടാവും. അതിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് സൂപ്പർവൈസർ ലോഗിനാണ്. ഇത് ഫസ്റ്റ് ടൈം കയറുമ്പോൾ മാത്രമാണ് ഇങ്ങനെ ആരോസ് കാണിക്കുക. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഡയറക്റ്റ് ലോഗിനിലേക്ക് തന്നെ പോകും. ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജാണ് വരിക. അപ്പോൾ അതിൽ ഈ ആരോസ് ക്ലിക്ക് ചെയ്ത് പോവുക. ലാസ്റ്റ് ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ ചോദിക്കും. ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. അപ്പോൾ ലോഗിൻ സ്ക്രീനിലെത്തും. ലോഗിൻ സ്ക്രീനിൽ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓരോ സൂപ്പർവൈസേഴ്സിനും ഡാഷ്ബോർഡിലൊരു യൂസർ ഐ ഡിയും പാസ്വേഡും നമ്മൾ അലോട്ട് ചെയ്തിട്ടുണ്ടാവും. ആ യൂസർ ഐ ഡിയും പാസ്വേഡും നമ്മൾ അടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ നൂൽപ്പുഴയുടെ ലോഗിനിലാണ് കയറുന്നത്. നമ്മൾ അടിച്ച പാസ്വേഡ് കറക്റ്റ് ആണോ എന്ന് അറിയാൻ അതിന് നേരെ ആ പാസ്വേഡിന് നേരെയുള്ള ഐൻ്റെ ചിഹ്നം, കണ്ണിൻ്റെ ചിഹ്നം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടിച്ച പാസ്വേഡ് നമുക്ക് തന്നെ കാണാൻ കഴിയും. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ പാസ്വേഡ് അടിച്ചതിന് ശേഷം ആ പാസ്വേഡിന് നേരെയുള്ള കണ്ണിൻ്റെ ചിഹ്നം ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിച്ച പാസ്വേഡ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിലെന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് തിരുത്തി കറക്റ്റ് ആക്കിയതിന് ശേഷം റിമെമ്പർ മീ ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. ടിക്ക് ചെയ്തിട്ട് സൈൻ ഇൻ കൊടുക്കുക. നമ്മൾ അടിച്ചതിൽ എന്തെങ്കിലും ചെറിയൊരു സ്പേസോ അല്ലെങ്കിൽ ഒരു ലെറ്റർ തെറ്റിപ്പോവോ ചെയ്താൽ ഇൻവാലിഡ് ലോഗിൻ വരും. അപ്പോൾ ആ എറർ കറക്റ്റ് ചെയ്യുക. അതായത് ഞാനിപ്പോൾ അടിച്ചപ്പം ഡോട്ട് കഴിഞ്ഞിട്ട് സ്പേസ് ഇട്ടിട്ടായിരുന്നു .comൻ്റെ കോം അടിച്ചത്, ഒരു സ്പേസ് ഇട്ടിട്ടായിരുന്നു. അതുകൊണ്ടാണ് എറർ വന്നത്. അപ്പോൾ ആ എറർ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. അപ്പോൾ സൂപ്പർവൈസർ ലോഗിനിലേക്ക് കയറാൻ സാധിക്കും. അപ്പോൾ ഈ ആരുടെ റെസ്പെക്റ്റീവ് ലോഗിനിൽ എത്ര അംഗൻവാടീസ് അവർക്ക് അലോട്ട് ചെയ്തിട്ടുണ്ട്, സൂപ്പർവൈസറിന് മൊത്തം എത്ര അംഗൻവാടീസ് അലോട്ട് ചെയ്തിട്ടുണ്ടെന്നും അതിൽ എത്ര എണ്ണം ഓപ്പൺ ആണെന്നും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോർഷൻ ട്രാക്കർ ഡാഷ്ബോർഡിൽ കയറി നമ്മൾ NNM കോർഡിനേറ്റേഴ്സ് ഗ്രൂപ്പിൽ ഇങ്ങനെ ഈ ഇന്ന സെൻറ്റേഴ്സ് തുറന്നിട്ടില്ല എന്ന് പറയുന്നത് തലേ ദിവസത്തെ ആണ് പറയുക. അതായത് ഇന്ന് നമ്മൾ കയറിയിട്ടുണ്ടെങ്കിൽ ഇന്നലെ തുറക്കാത്ത സെൻറ്ററുകളെ കിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു സൂപ്പർവൈസർ ലോഗിനിൽ ഉള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ, ലോഗിൻ ചെയ്ത് നോക്കിയാൽ ഇന്ന് ഏതൊക്കെ സെൻറ്ററുകൾ തുറന്നിട്ടുണ്ട് തുറന്നിട്ടില്ല എന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതുപോലെ ഏതൊക്കെ സെൻറ്റേഴ്സ് ഫോട്ടോ ക്യാപ്ചറിങ് ചെയ്തിട്ടില്ല എന്ന്. അംഗൻവാടി കുട്ടികളുടെ പ്രീ സ്കൂൾ കുട്ടികളുടെ അറ്റൻഡൻസ് എടുക്കുന്നതിന് മുന്നേ ഫോട്ടോ ക്യാപ്ചറിങ് നിർബന്ധമാക്കിയിട്ടുണ്ട്. മിക്കവരും അത് സ്കിപ്പ് ചെയ്തിട്ടാണ് അറ്റൻഡൻസ് എടുക്കുന്നത്. പക്ഷേ എടുക്കണം എന്ന് നിർബന്ധമാണ് ശരിക്കും. അപ്പം അങ്ങനെ എത്ര പേരുടെ ഫോട്ടോസ് എടുത്തില്ല എന്നൊക്കെ അറിയാം. അപ്പം അത് ഏത് സെൻറ്ററാണെന്ന് നോക്കി നമുക്ക് അപ്പം തന്നെ ഇൻഫർമേഷൻ കൊടുത്ത് അവരെ കൊണ്ട് ഓപ്പൺ ചെയ്യിക്കാനും അതുപോലെ തന്നെ ഫോട്ടോസ് എടുപ്പിക്കാനും പറ്റും. അപ്പോൾ ഇതിനകത്ത് നെക്സ്റ്റ് നമ്മൾ ഈ സ്ക്രീനിന് മേലെയുള്ള 3 വര, അറ്റത്തുള്ള 3 വരയിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഫൈലിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടും. അടുത്തത് നമ്മുടെ അസൈൻഡ് സെൻറ്റേഴ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടാൻ മൈ അസൈൻഡ് അംഗൻവാടി സെൻറ്റർ എടുക്കുക. അപ്പം
അതിനകത്ത് നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന എല്ലാ സെൻറ്ററുകളുടെയും ലിസ്റ്റ് കിട്ടും. അതിൽ ആരൊക്കെ തുറന്നില്ല, അത് ആരൊക്കെ ഫോട്ടോസ് എടുത്തില്ല എന്നതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽസും കിട്ടും. ഇതിനകത്തിപ്പോൾ ഫസ്റ്റ് കാണിക്കുന്ന കുണ്ടൂർ, മാറോട്, ചുണ്ടക്കര, തകരപ്പാടി അങ്ങനെ കുറേ സെൻറ്ററുകൾ തുറക്കാത്തതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതാത് ടീച്ചേഴ്സിനെ വിളിച്ച് അവർക്ക് ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവരപ്പോൾ തന്നെ അവരെ കൊണ്ട് ഓപ്പൺ ചെയ്യിക്കാനും പറ്റും. കാരണം ഇൻസെൻറ്റീവ് നഷ്ടപ്പെടുന്നൊരു കാര്യമാണ് ഇവർ സെൻറ്റർ തുറന്നില്ലെങ്കിൽ. ഇപ്പോൾ ഈ ടീച്ചേഴ്സിൻ്റെ അശ്രദ്ധ മൂലം അവർ തുറക്കാതിരിക്കുന്നതുകൊണ്ട് അവരുടെ മാത്രം ഇൻസെൻറ്റീവ് അല്ല പോകുന്നത്, ഹെൽപ്പറുടെ ഇൻസെൻറ്റീവും കൂടിയാണ് പോകുന്നത്. കാരണം ഹെൽപ്പേഴ്സിന് ഈ 250 രൂപ ആകെ കിട്ടുന്ന ഒരു ഇൻസെൻറ്റീവ് 250 രൂപ തുറക്കുന്ന 21 ഡേയ്സ് തുറക്കുന്നതിന് കിട്ടുന്നതാണ്. ടീച്ചേഴ്സിന് അവരുടെ വർക്ക് ചെയ്യുന്നതിന് ഒരു 250, ഈ തുറക്കുന്നത് കൂടാതെ അവരുടെ ഗ്രോത്ത് മോണിറ്ററിങ്ങും ഹോം വിസിറ്റും ചെയ്യുന്നതിനും ഒരു 250 വേറെ ഉണ്ട്. അപ്പോൾ ഇവർ ഈ തുറക്കാതെ ഇരിക്കുന്നതുകൊണ്ട് അവരുടെ മാത്രമല്ല ഹെൽപ്പറിന് കിട്ടേണ്ട ആകെ ഒരു 250 രൂപയും കൂടെ അവർ തുറന്ന് വർക്ക് ചെയ്തിട്ടും കൂടി നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അപ്പോൾ ക്ലോസ് ആയി പോകാതെ ടീച്ചേഴ്സ് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അവർ ഇൻ കേസ് അവർ ശ്രദ്ധിക്കാതെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാതെ ഇട്ടാൽ നമുക്കിത് ലോഗിൻ ചെയ്ത് അവരെ അറിയിച്ചു കഴിഞ്ഞാൽ അവരെ കൊണ്ട് ഓപ്പൺ ആക്കിക്കാനും പറ്റും. നെക്സ്റ്റ് ബാക്ക് ആരോ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേലെ അറ്റത്തായിട്ട് ബാക്ക് ആരോ ഉണ്ടാവും. അതിലടിച്ച് നമുക്ക് ബാക്കോട്ട് പോകാം ഓരോ സ്ക്രീൻ. അതിൽ ലോഗൗട്ട് ചെയ്യാനും ഒക്കെ ഓപ്ഷൻസ് ഉണ്ട്. ഇനി മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം വെച്ചാൽ ബാക്കിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മൈ അസൈൻഡ് അംഗൻവാടി സെൻറ്റേഴ്സിൻ്റെ ആണ് നമ്മൾ ഡീറ്റെയിൽസ് കാണുന്നത്. അതുപോലെ മൈ പെർഫോമൻസിൽ നമ്മൾ എന്തൊക്കെ മീറ്റിങ്സ് പ്ലാൻ ചെയ്തു, അതിൽ നമ്മൾ എന്തൊക്കെ ടാർഗറ്റ് അച്ചീവ് ചെയ്തു, അപ്പോൾ നമ്മുടെ പെർഫോമൻസിൻ്റെ ഒരു ഇപ്പോൾ നമ്മൾ എത്രത്തോളം നമ്മൾ വർക്ക് ചെയ്തു എന്നുള്ളൊരു നമ്മുടെ പെർഫോമൻസ് കിട്ടാനാണ് മൈ പെർഫോമൻസ്. അപ്പോൾ അതിനേക്കഴിഞ്ഞ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് മന്ത്ലി പ്ലാനർ. അപ്പോൾ അതിൻ്റെ തൊട്ട് മേലെ ടുഡേയ്സ് മീറ്റിംഗ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഞാൻ ഇന്ന് ഒരു മീറ്റിങ്ങും ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. കാരണം നമ്മൾ മന്ത്ലി പ്ലാനറിൽ കയറിയിട്ടാണ് ഓരോ ദിവസം പോകേണ്ട വിസിറ്റൊക്കെ ഷെഡ്യൂൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ മീറ്റിങ്സ് ഒന്നും ഷെഡ്യൂൾഡ് അല്ലാത്തത് കൊണ്ട് നമ്മൾ മന്ത്ലി പ്ലാനറിൽ കയറുക, കലണ്ടർ വരും. ആ കലണ്ടറിൻ്റെ താഴെയായിട്ട് ഷെഡ്യൂൾ ന്യൂ വിസിറ്റ് എന്നുണ്ടാവും. ആ ഷെഡ്യൂൾ ന്യൂ വിസിറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അലോട്ട് ചെയ്ത സെൻറ്ററുകളുടെ ലിസ്റ്റ് വരും. അതിലിപ്പോൾ ഞാൻ നാളെ 2 സെൻറ്റർ വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ ഞാൻ കുമഴിയിൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ ഷെഡ്യൂൾ എന്നുണ്ടാവും. ആ ഷെഡ്യൂൾ എടുക്കുന്നു. നാളെയാണ് പോകുന്നതെങ്കിൽ 26 സെലക്ട് ചെയ്ത് സബ്മിറ്റ് കൊടുത്ത് യെസ്സും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നാളത്തെ വിസിറ്റ് അവിടെ ഷെഡ്യൂൾഡാണ്. പിന്നെ ഗോ ടു മന്ത്ലി പ്ലാനറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മന്ത്ലി പ്ലാനറിലെത്തും. അവിടെ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത വിസിറ്റ് 26-ാം തീയതി തേഴ്സ്ഡേ കുമഴി സെൻറ്റർ വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അവിടുത്തെ ടീച്ചറുടെ പേര്, അവരുടെ ക്യാഷ് ഫോൺ നമ്പറും. ഇനി ഇൻ കേസ് നമുക്കത് വേറൊരു ദിവസത്തേക്ക് മാറ്റി വെക്കണമെങ്കിൽ റീഷെഡ്യൂളിൽ ഞെക്കിയിട്ട് നമുക്ക് ഡേറ്റ് മാറ്റാവുന്നതാണ്. വീണ്ടും ബാക്കിൽ പോയി ഒന്നും കൂടെ ഞാനൊരു മന്ത്ലി പ്ലാനർ എടുക്കുന്നു. ഒരു പുതിയ വിസിറ്റ് ഷെഡ്യൂൾ ചെയ്യാൻ പോവാണ്. മാറോട് സെലക്ട് ചെയ്യാൻ പോവാണ്. ഷെഡ്യൂൾ കൊടുത്തു. ഞാൻ ഇന്നത്തെ ഡേറ്റാണ് കൊടുക്കുന്നത്, കാരണം അതിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 25 എന്ന് പറയുന്ന ഇന്നത്തെ ഡേറ്റ് സെലക്ട് ചെയ്ത് സബ്മിറ്റ് കൊടുത്തു, യെസ് കൊടുത്തു. ഗോ ടു മന്ത്ലി പ്ലാനറിൽ പോയി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത കുമഴിയും അതുപോലെ മാറോടും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ വീണ്ടും ഞാൻ ബാക്കിൽ പോയി. ഇപ്പോൾ 2 ഡേയ്സ് മീറ്റിങ്ങിൽ ഇത്ര നേരം ഒന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഇന്ന് മീറ്റിംഗ് ഒന്നും ഷെഡ്യൂൾഡ് അല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ മാറോട് ഷെഡ്യൂൾ ചെയ്തതുകൊണ്ട് മാറോഡിലെ സെൻറ്ററിലെ കോഡും ടീച്ചറുടെ പേരും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നേരെ സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിസിറ്റിന് പോകുന്ന സമയത്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ വിസിറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഡ് മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ടാവും. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ക്ലിക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. അത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ആ ചെയ്ത ഇൻഫർമേഷൻസ് മുഴുവൻ ലോസായി പോകും. അതുകൊണ്ട് നമ്മൾ ഈ ഫുൾ ക്വസ്റ്റ്യൻസും ഇവരിതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒരു ക്വസ്റ്റ്യനെയറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സെൻട്രൽ വിസിറ്റിംഗ് കഴിഞ്ഞ് ലാസ്റ്റ് ഏറ്റവും അവസാനം എൻഡ് ദ മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്തില്ലെങ്കിൽ അതുവരെയും നമ്മൾ സെൻഡ് ചെയ്ത ഇൻഫർമേഷൻസ് ലോസായി പോകുമെന്നാണ് പറയുന്നത്. ഓക്കെ അടിക്കുക. ഫസ്റ്റ് ഹോം വിസിറ്റാണ്. ഹോം വിസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു സെൻറ്ററിലാണോ പോകുന്നത് ആ സെൻറ്ററിൽ ടീച്ചറിന് ഏതെങ്കിലും ഹോം വിസിറ്റ് പെൻഡിങ് ഉണ്ടെങ്കിൽ ആ ടീച്ചറുടെ കൂടെ മാത്രമേ നമുക്ക്
ഹോം വിസിറ്റ് നടത്താൻ പറ്റുള്ളൂ. ഹോം വിസിറ്റ് എന്ന് പറഞ്ഞാൽ ബെനിഫിഷ്യറിയുടെ ഹോം വിസിറ്റാണ്. അപ്പോൾ ടീച്ചർക്ക് ഏതെങ്കിലും ഷെഡ്യൂൾഡ് ഹോം വിസിറ്റ് അവരുടെ പോർഷൻ ട്രാക്കറിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റാർട്ട് കൊടുത്ത് പോകാൻ പറ്റുള്ളൂ. ജസ്റ്റ് ട്രൈ ചെയ്യാം. സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ടീച്ചർക്ക് നീതു എന്ന് പറയുന്ന ഒരു പ്രഗ്നൻറ്റ് വുമണിൻ്റെ ഹോം വിസിറ്റിംഗ് ഉണ്ട്. അപ്പോൾ അവിടെ പോകുന്നുണ്ടെങ്കിൽ നമുക്കും കൂടെ പോകാമല്ലോ. അപ്പം ഹോം വിസിറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് സെലക്ട് ചെയ്യുക, സ്റ്റാർട്ട് വിസിറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രഗ്നൻറ്റ് വുമൺ ആണ്, അവരുടെ പ്രഗ്നൻറ്റ് സെക്കൻഡ് ട്രൈമസ്റ്റർ ആണോ തേർഡ് ട്രൈമസ്റ്റർ ആണോ എന്ന് സെലക്ട് ചെയ്യുക. പിന്നെ നമ്മൾ പോയപ്പോൾ നമ്മുടെ കൂടെ CDPOയോ വേറെ എന്തെങ്കിലും ആശാ വർക്കറോ ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. വേറെ പ്രഗ്നൻസി ഹൈ റിസ്ക് ആണോ അല്ലാത്തയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതെന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് നെക്സ്റ്റ് അടിച്ചാൽ മാത്രമേ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുള്ളൂ. അങ്ങനെ അവർ ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്ത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ഇൻഫ്രാ വിസിറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇൻഫ്രാ വിസിറ്റ് എന്ന് പറഞ്ഞാൽ സെൻറ്ററിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അവിടെ സ്റ്റാർട്ട് അടിച്ച് കഴിയുമ്പോൾ സ്റ്റാർട്ട് വിസിറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഫ്രാ ഹൂ ആർ യു വിസിറ്റിംഗ് എന്ന് ചോദിക്കുന്നതിന് തൊട്ട് താഴെ ഇൻഫ്ര എന്നൊരു പിക്ചർ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. അപ്പം നമ്മൾ ടൈം ഓഫ് അറൈവൽ ടു സെൻറ്റർ എന്ന് പറയുന്നത് നമ്മൾ അവിടെ എപ്പം അറൈവ് ചെയ്തു എന്നാണ്. അപ്പം അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ടൈം സെലക്ട് ചെയ്യുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂടെ ആശാ വർക്കറോ CDPO ആരെങ്കിലും നമ്മുടെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ആരെ വന്നേന്നുള്ളത് സെലക്ട് ചെയ്യാം. എന്നിട്ട് അവിടുന്ന് ഇറങ്ങിയ സമയം ഡിപ്പാർച്ചർ ടൈം സെലക്ട് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകും. പിന്നെ ഇൻഫ്രാ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. അവസാനം നമ്മൾ നേരത്തെ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ പറഞ്ഞ പോലെ എൻഡ് മീറ്റിംഗ് എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഈ ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻസൊക്കെ സബ്മിറ്റ് ആവുള്ളൂ. നമ്മൾ അല്ലെങ്കിൽ ആ ചെയ്തത് മുഴുവൻ വേസ്റ്റ് ആവും. അപ്പം എൻഡ് മീറ്റിംഗ് ക്ലിക്ക് ചെയ്തതിന് ശേഷം മാത്രം ഇത് കംപ്ലീറ്റ് ആക്കിയെന്ന് ഉറപ്പ് വരുത്താൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ഇത്ര തന്നെ ഉള്ളൂ. അതിൽ നമ്മൾ ആ ഫസ്റ്റ് സ്ക്രീനിൽ ഈ ഡീബ്രീഫ് എന്ന് പറഞ്ഞു വരുന്ന സംഭവം, ഡീബ്രീഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിസിറ്റ് ഇപ്പം നിലവിൽ ഡീബ്രീഫിലൊന്നുമില്ല. പക്ഷെ അതേ സമയത്ത് നമ്മൾ ഇന്ന് നടത്തിയ മീറ്റിങ്ങിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, എന്തൊക്കെ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു ബ്രീഫാണ് ഡീബ്രീഫിൽ വരിക. ഇൻ കേസ് നമ്മൾ ഇന്ന് ഷെഡ്യൂൾ ചെയ്ത മീറ്റിങ്ങിന് ഇന്ന് നമുക്ക് പോകാൻ സാധിക്കില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, മന്ത്ലി പ്ലാനറിൽ വീണ്ടും കയറുക. ഇപ്പം ഇന്നത്തെ മീറ്റിംഗാണ്, എനിക്ക് മാറ്റേണ്ടത്, അപ്പം ആറോട് ഞാനിന്ന് പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതിന് നേരെയുള്ള റീഷെഡ്യൂളിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആ മീറ്റിംഗ് നാളത്തേക്കോ അടുത്ത ഏതെങ്കിലും ദിവസമാണ് നമ്മൾ പോകണമെങ്കിൽ ആ ദിവസത്തേക്കോ മാറ്റി ഷെഡ്യൂൾ ചെയ്തിട്ട് റീഷെഡ്യൂൾ വിസിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യെസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മീറ്റിംഗ് നമുക്ക് ചേഞ്ച് ചെയ്യാം. വീണ്ടും ഗോ ടു മന്ത്ലി പ്ലാനറിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 25-ാം തീയതിക്ക് ഷെഡ്യൂൾ ചെയ്ത മാറോഡിലെ വിസിറ്റ് നമ്മൾ 27-ാം തീയതിക്ക് റീഷെഡ്യൂൾ ചെയ്തു. അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടും ഇപ്പം സൂപ്പർവൈസർ ലോഗിനിലുള്ളത്. പിന്നെ ടീച്ചേഴ്സിൻ്റെ ലോഗിനിൽ ഇപ്പോൾ SNP ഒരു മാസം ഫുഡ് മേടിക്കാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് THR വില്ലിങ് ടു ടേക്ക് THR നോ കൊടുത്ത ഒരു ബെനിഫിഷ്യറി ഒരു മാസം വന്ന് ഫുഡ് വേണം എന്ന് ആവശ്യപ്പെട്ടാൽ അവർക്ക് കൊടുക്കാമെന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവരതിനുള്ള റിക്വസ്റ്റ് സൂപ്പർവൈസർക്ക് കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പർവൈസർ ലോഗിനിൽ കയറി സൂപ്പർവൈസർക്ക് അത് അപ്രൂവൽ കൊടുക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നമുക്കിപ്പം ലൈവായിട്ട് ചെയ്യാൻ ഒരു എക്സാമ്പിൾ ഇല്ലാത്തതുകൊണ്ടാണ് ചെയ്യാത്തത്. അപ്പോൾ അത് റിക്വസ്റ്റ് വരുന്നത് ഈ സ്ക്രീനിൽ വരുന്ന റിക്വസ്റ്റ് നമ്മൾ അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ വർക്കർക്ക് ആ ബെനിഫിഷ്യറിക്ക് ഫുഡ് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു റിക്വസ്റ്റ് ഏതെങ്കിലും ഒരു ടീച്ചറുടെ ലോഗിനിൽ നിന്ന് കൊടുത്ത് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ അങ്ങനെ ചെയ്യാം. അതായത് സൂപ്പർവൈസർക്ക് ഒരു റിക്വസ്റ്റ് വന്നിട്ട് എങ്ങനെ അപ്രൂവൽ കൊടുക്കുന്നതെന്നുള്ളത് ഞാനൊരു എക്സാമ്പിൾ ചെയ്തിട്ട് വേറൊരു വീഡിയോ ആക്കിയിട്ട് പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഇത്ര തന്നെയുള്ളൂ. നമ്മൾ പിന്നെ ലോഗൗട്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ 3 വരയിൽ ക്ലിക്ക് ചെയ്ത് ലോഗൗട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഗൗട്ട് ചെയ്യാനും സാധിക്കും. ഇത്ര തന്നെയുള്ളൂ. പിന്നെ